ഇനി നമ്മൾ ചെയ്തിട്ടുള്ള 3 വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ 3 വർക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കാണ്. അപ്പം എന്താണെന്ന് വഴിയെ പറയാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാണ്, ബാസ്ക്കറ്റ് ഹാമർ. അപ്പോൾ ഇത് ടിൻ ബേബീസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ് ഹാമർ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ്. ഇതും നമ്മൾ 3 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കസ്റ്റമർ പറഞ്ഞു തന്ന അതേ മോഡൽ ചോക്ലേറ്റ്സ് ഒക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക്സ് നമുക്ക് എന്താണ് ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വർക്ക് വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ തന്നെയാണ്. ആ കസ്റ്റമറിൻ്റെ വീട്ടിലെ 6 കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അത് 6 പെൺകുട്ടികളാണ് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള 3 വർക്കുകളാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബാഗിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ബോക്സ് ആണ്. ബാഗാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ബാഗ് വെച്ചിട്ട് ആ ബോക്സിൽ നമ്മൾ ഇതുപോലെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഈ ബോക്സിനകത്ത് വെക്കുമ്പോൾ കൺജസ്റ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് നമ്മൾ ജസ്റ്റ് 3 പാക്കറ്റായിട്ട് നമ്മൾ ഒന്ന് റാപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 3ലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ. ഇങ്ങനെയാണ് നമ്മുടെ 3 വർക്ക് എന്ന് പറയുന്നത്, 3 ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചും ഇത് സ്പെഷ്യലായിരുന്നു. കാരണം 6 കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കസ്റ്റമർ തന്നൊരു ഓർഡറാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് സ്പെഷ്യലായിരുന്നു. അപ്പം അത്രയ്ക്കും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഗിഫ്റ്റിനൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി.